നമ്മളിപ്പോൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ രാത്രിയിൽ കാട് കയറാൻ പറ്റുമോ? കുടിക്കുമോ കേട്ടോ? ഇവിടെ എന്തോ കാണാൻ പോകാനോ തോന്നുന്നു. എന്നെങ്കിലും നല്ല അറിയാവും. അപ്പോൾ വന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്. കണ്ടല്ലോ. നമസ്കാരം, വണക്കം. ഇത് ഒരു വ്ളോഗ് ചാനലല്ല, പക്ഷെ ഞാനൊരു സോളോ ട്രിപ്പ് പോയപ്പോഴത്തേക്കിനും എടുത്ത കുറച്ച് വീഡിയോസ് വ്ളോഗ് ഇട്ടാൽ കൊള്ളാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഒരു വ്ളോഗ് ഇടുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ജൂൺ മാസത്തെ ഒരു സോളോ പോയതിൻ്റെയാണ്, മൂന്നാർ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണത് നവംബറിലാണ്. അതുവരെ ടൈം എടുത്തു എനിക്കിതിടണോ വേണ്ടോ എന്ന് ആലോചിക്കാനായിട്ട്. സോ നല്ല ലാഗുണ്ട്, വാട്ടെവർ കണ്ടു നോക്കൂ. ഈ കാണുന്ന ചിന്നാറല്ലേ? ഇത് പാമ്പാർ. ഈ കൂട്ടാറെന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടൊന്നിച്ച് ചേർന്ന് ഇവിടെ അല്ലേ? ഇതാണല്ലേ കൂട്ടാറ്? മൂന്നാർ ഒന്നിച്ച്, അതാണ് ഇതല്ലേ മൂന്നാറപ്പം? വാ. ഈ കാണുന്ന ഏറുമാടമില്ലേ, ഇത് ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ മാത്രമുള്ളതാണോ? നമുക്കും കയറാൻ പറ്റുമോ? നമുക്ക് കയറാൻ പറ്റുമോ? പഴയതായതുകൊണ്ട് അല്ല, നമുക്ക് നേരത്തെ കയറാമായിരുന്നു. പിന്നെ വീരമരോ ഇതിൽ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് എത്ര വർഷം പഴക്കം കാണൂടാ? നീ കേട്ടിട്ടുണ്ടോ ഇതിന് മേളിൽ? നീ കേട്ടിട്ടുണ്ടോ മേളിൽ? ഇല്ല. നോർമലി നമുക്കിവിടെ ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും? സാധാരണ ഏതൊക്കെയാണ് ഉള്ളത്? മയില്, മറ്റേ വലിയ ഐറ്റങ്ങളൊന്നും ഇല്ലേ? കലിപ്പ് കൂടിയ സാധനങ്ങളൊക്കെ ഇല്ലേ? പുലി, അതിനെ കാണണമെങ്കിൽ രാത്രി സ്റ്റേ അടിച്ച് കാണാം.
അതിന് ഇങ്ങനെ സമയമുണ്ടോ? ഐ മീൻ നമ്മൾ സീസൺ പറയത്തില്ല, മാസം വേനലിൽ ഇപ്പോൾ ആന ഇറങ്ങുന്ന പോലെ അങ്ങനെ ഉണ്ടോ? ഓ, അത് ഏത് മാസം? നീ വന്നിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഭാഗ്യം. അത് ഏത് ഏരിയയിലാണ് കാണുന്നത്? ഈ കാട്ടി വെച്ച് തന്നെയാണോ അതോ പുറത്താണോ? മേളിലെന്ന് പറയുമ്പോൾ നമ്മൾ വന്ന വഴിക്കോ? ഓ, നമ്മളിപ്പോൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിലേ രാത്രിയിൽ കാട് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ടൈം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ? നമ്മുടെ കൂടെ ഗൈഡും കാണത്തില്ലേ? ഞാൻ അടുത്ത തവണ കമ്പനിക്കാരെയും കൂട്ടി വരാം. നേരം നീ തന്നെ വരണം. എന്നെ വിടുമോ? അതോ മുതിർന്ന അണ്ണന്മാരെ ഇവിടത്തുള്ളൂ? 2 പേര്. ആ, നീയും വാ. മയിലാണോടാ? മയിലല്ലേ? ആ പോയിന്റിൽ എവിടെ ഒരു മയിലുണ്ട്. 2 ഉണ്ട്. ഈ വെള്ളിച്ചില്ലും വിതറി എന്ന് പറഞ്ഞ പാട്ടിൽ പറയുന്ന സാധനം കിടക്കില്ലായി. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും അരുവി ഒരു നിരച്ചു അങ്ങനെയല്ലേ? പറയാമോ എന്നാണോ സംഗമം എന്നാണോ എന്നാണ്? കമൻറ്റ് പ്ലീസ്. ആ നിൽക്കുന്നത് നമ്മുടെ ഗൈഡ് ശരവണൻ. ശരവണൻ എന്നല്ലേ പേര്? ശരവണൻ എന്നല്ലേ പേര്? ഗണേശൻ. ആ സോറി, ഗണേശൻ. എന്താ ശരവണെന്ന് വിളിച്ചത്? ഐ, വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തതിൻ്റെയാണോ? പോയോ? നല്ല രീതിക്ക് കുരങ്ങന്മാരുള്ള കാരണം ബാഗ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു പോക്കായിരിക്കും, പിന്നെ കിട്ടുകയില്ല. കഴിവതും ബാഗ് ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ തന്നെ വെച്ചിട്ട് പോരുവാണെങ്കിൽ നല്ലത്. അതേ പോണം. ഇതിൻ്റെ അകത്തോട്ട് ചെല്ലും തോറും മോനെ ചെറുപൊളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ പൊളിയാണ്. പന്നിപ്പൊളി നല്ല അടിപൊളി. ആറ്റുമണൽ വീട് പണിയുമ്പോൾ സൂപ്പറായിരിക്കും, നല്ല പശ കാണും. പക്ഷേ നമുക്കത് കുരാൻ സാധിക്കുകയില്ല. അവൻ കുടിക്കുമോ കേട്ടോ? ഗണേശ, എടാ ഇത് കുടിക്കാൻ പറ്റുമോ? ഇത് കുടിക്കാൻ നല്ലതാണോ? കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ കുടിക്കാം. നീ ഒന്ന് കുടിച്ചേ, ഒന്ന് കാണട്ടെ, ചെക്ക് ചെയ്യട്ടെ. അത് കളിക്കുവാണോ? ഒന്ന് കുടിച്ചാളാ, ഒന്ന് കുടിച്ച്. ആഹാ, അലകാന വെള്ളം. എന്നാൽ പിന്നെ കുടിച്ചേക്കാം. ഇതിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ. ഒരു ഫാമിലി വന്നിരിപ്പുണ്ട്. പുള്ളിയുടെ എന്തോ കാണാൻ പോകുന്ന തോന്നുന്നു. ആ, ഒരു കുഞ്ഞത് ഇരിപ്പുണ്ട്. ഡേയ്, ആ എന്നാ ഉണ്ട്? കാരണവന്മാരാന്നൊക്കെയാണ് പറയുന്നത്. ആരും എൻ്റെ അഭിപ്രായത്തിൽ വെള്ളം നല്ല വെള്ളമാണ്. നാട്ടിൽ കുടിക്കുന്ന പോലത്തെ വെള്ളത്തിൻ്റെ അതിനെ കഴിഞ്ഞ് കട്ടി കൂടുതലാണ്. കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, നല്ല തണുപ്പ്. പൊളി, പന്നിപ്പൊളി. ആദ്യം കാട് കയറിയപ്പോൾ ഓർത്തത് മൊത്തം വേനൽ, ചൂട്, ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ, കരിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ, വരണ്ട് കിടക്കുന്ന പറമ്പല്ല കാട്. അപ്പോൾ ഒന്ന് മനസ്സ് മടിച്ചായിരുന്നു. പക്ഷേ വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും സംഗതി കിളിയും. കാരണം ഈ സൗണ്ട്, അതിൻ്റെ മോനെ
ഒരു 3 പെഗ് അടിച്ച് കാട്ടി കിടന്നങ്ങ് ഉറങ്ങണം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് പറഞ്ഞില്ലെന്ന് പറയരുത്. 3 അടിച്ചേ ഉറങ്ങാവുള്ളൂ. അതിൽ കൂടുതലടിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വല്ല എടുത്തുകൊണ്ട് പോയപ്പോൾ അറിയില്ല. ഇവിടെ എവിടെയോ മയിലുണ്ട്. ആ മയിലല്ല, കുയിലായിരുന്നു. നല്ല അടിപൊളി ഗൈഡാണ് കേട്ടോ. എന്നു വെച്ചാൽ നെറ്റ് കിട്ടൂല, സിമ്മിന് റേഞ്ചും ഇല്ല. അപ്പോൾ കാടിന് അടുക്ക് ഏതൊരു പാറയിൽ നിന്ന് കഴിഞ്ഞാൽ നെറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. VIയുടെ ഇന്ത്യയിൽ എവിടെയും കിട്ടുമെന്ന് പറഞ്ഞ നെറ്റ് സിഗ്നലും എനിക്കവിടെ കിട്ടിയില്ല. പിന്നെ നമ്മുടെ ജിയോ മച്ചാൻ്റെ ജിയോ കിട്ടി, എനിക്കല്ല ലവന് കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ടാണ് ഞാൻ ഫോറസ്റ്റ് ഓഫീസിൽ പൈസ അടയ്ക്കണം 300 രൂപ. എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അക്കൗണ്ടിലാണ്. അപ്പോൾ അവിടെ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ നെറ്റ് കിട്ടണം. പിന്നെ ഗൂഗിൾ പേക്ക് അങ്ങനെ അവിടെ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അവിടുത്തെ സ്റ്റാഫിൻ്റെ അക്കൗണ്ടോട്ട് അയച്ചു കൊടുത്തപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ട് ലിക്വിഡ് മണി കയ്യിൽ കരുതുക. അവിടെ പൈസ കൊടുക്കണം. 1 മണിക്കൂർ ട്രക്കിങ്ങിന് 100 രൂപ, 3 മണിക്കൂറിന് 300 രൂപ. ഇതാണ് അടുത്ത് പറഞ്ഞ റേറ്റ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നൈറ്റ് സ്റ്റേ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ റേറ്റ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അടക്കം ഇട്ടേക്കാം. പക്ഷേ വരണം. സോളോ വരാനുള്ളതേ ഉള്ളൂ. ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈഡ് എന്ന് പറഞ്ഞ ആൾ നമ്മളെ ഗൈഡ് മുന്നിട്ട് പോകത്തേ ഉള്ളൂ. നമ്മൾ വേറെ ആൾക്കാരുടെ വർത്തമാനം പറയാനോ ഫോണിൽ തോണ്ടാനോ വേറെ ഫോട്ടോ എടുക്കാനൊന്നും പോകത്തില്ല. നടക്കുന്നത് ആസ്വദിച്ച് എല്ലാം കണ്ട് സൗണ്ടൊക്കെ കേട്ട് നടക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സോളോ ട്രിപ്പാണ്. എല്ലാവരും സോളോ പോവുക. ഊഹാഭോഗം ശരിയാണെങ്കിൽ വെള്ളം പൊങ്ങിപ്പോൾ ഒഴുകി വന്നായിരിക്കണം. ചെരുപ്പ് പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ട്, അത് മാത്രമേ കുറച്ച് വൃത്തിയുള്ളൂ. പിന്നെ വന്ന വഴിക്ക് മാന്യമായിട്ട് കാണാം ഏതോ സാമൂഹ്യ നല്ലവൻ ബിയറൊക്കെ അടിച്ച് ബിയർ കുപ്പി കഴിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ മറ്റേ 3 പെഗിൻ്റെ കാര്യമില്ലേ, അതൊക്കെ മറന്നേര്, അല്ലെങ്കിൽ അപ്പുറത്ത് ഞാനും വിടും. സാമൂഹ്യ നല്ലവൻ ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. ആരും കട്ടിട്ട് കുപ്പി എടുത്തുകൊണ്ട് വരരുത്. വരുന്ന വഴിക്ക് തന്നെ എക്സൈസിൻ്റെ ചെക്കിങ് ഉള്ളതാണ്. പിടിച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കാം. അവൻ്റെ പോക്ക് കണ്ടോ, കാട്ടിൽ ഒടുങ്ങി പിടിച്ച് പോകണം. ആരെ കാണാൻ പോവുക? പിന്നെ കഴിവതും 3 മണിക്കൂർ പരിപാടിക്കാണ് വരുന്നതെങ്കിൽ മിനിമം ഒരു 12 മണിക്ക് മുമ്പായിട്ട് വരാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 10-12 ഗൈഡ്സ് ഉണ്ട്. എന്നാലും വരുന്ന ആൾക്കാർ ഇവരെ ബുക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഗൈഡ്സ് ഇല്ലാതെ നമ്മളെ കയറ്റി വിടത്തില്ല. നമ്മൾ ഇവിടം വരെ വരുന്നത് വെറുതെ അപ്പോൾ. കാരണം മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ബസ്സിൽ തന്നെ യാത്രയുണ്ട്. മറയൂർ കഴിഞ്ഞിട്ട് കുറച്ചുണ്ട്, എന്നാലും നല്ല ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ ഇത്ര ഓടി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഞാനിതിപ്പോൾ 2ാമത്തെ തവണ വന്നിട്ടാണ് ഇവിടെ കയറുന്നത്. ആദ്യം വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു, ഗൈഡില്ലായിരുന്നു. ആയതിനാൽ കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി. വിളിച്ച് ചോദിക്കാൻ നോക്കിയിട്ട് ഇവിടെ ഒരു നമ്പർ നെറ്റ് കിടപ്പുണ്ടായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല. രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ വെറുത്തായി. വെറുതെന്ന് പറഞ്ഞാൽ സന്തോഷം, ആനന്ദം. എന്നാടാ എന്തിൻ്റെ കൂടെ എന്താ സാധനം? എവിടെ? എന്നെ ഫോട്ടോ ഒന്നൂടെ കാണിക്കണേ. എന്തിൻ്റെ കൂടെ ആയിരുന്നു? പക്ഷി. എന്നാ പക്ഷിയാ? കുയില. അതിൻ്റെ മുട്ട കാണിച്ച്, കൂടെ ഒന്ന് ഫോട്ടോ കാണിച്ച്. എനിക്കൊന്ന് അയച്ചു തരണേ. ആ കിട്ടി. ഇതിനകത്തുണ്ടായിരുന്ന മുട്ട ഇതാ ദീപാട്ടെ. പക്ഷേ വിരിഞ്ഞു പോയി കാണും അല്ലേ?